ഗീതയാണോ? ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിനാ അതൊക്കെ വലിച്ചെറിഞ്ഞത്? ഞാനവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഗീത, നീ കരയാണോ? ഗീത, എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ല, എന്തിനാ കരയുന്നതെന്ന്? എനിക്കിവിടെ ജീവിക്കാൻ വയ്യ. ഉണ്ണിയേട്ടൻ വരുന്നുണ്ടോ? നമുക്ക് ഇവിടുന്ന് പോവാം. എവിടെ പോകാൻ? നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട് ഇതല്ലേ? അങ്ങനെയാ ഞാനും കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. മൂത്ത മരുമകളാണെന്ന പേര് മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ ഒരു സ്ഥാനമില്ല. എന്താ ഗീത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെടാൻ നേരം അച്ഛൻ പറഞ്ഞെന്താണെന്നറിയോ? ഉണ്ണിയേട്ടന് ഒരു കുറവും വരുത്താതെ ഇനിയൊക്കെ ഞാൻ തന്നെ നോക്കി നടത്തണമെന്ന്. അതിനെന്താ, നോക്കി നടത്തിക്കോളൂ. അതിവിടെ നടക്കില്ല. ഭരണം മുഴുവൻ അനിയന്റെ ഭാര്യ കൈയടക്കി വെച്ചിരിക്കല്ലേ. അടുക്കള കയറാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ല. പിരിഞ്ഞാലും ഒക്കെ കുറ്റം. എന്തെങ്കിലും ചോദിച്ചാ ചാടി കടിക്കാൻ വരും അമ്മയും മോളും. മതികഴിയ നിർത്ത്. നിന്നെ ആര് വേദനിപ്പിച്ചാലും ചോദിക്കാൻ ഭർത്താവായ ഞാനുണ്ട്. നിൽക്ക്. എങ്ങോട്ടാ? എന്നെ തടയണ്ട. ഈ വീട് ഭരിക്കേണ്ടത് അവളാണോ നീയാണോ എന്ന് എനിക്ക് ഇന്നറിയണം. അവളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. മിണ്ടാൻ പോയാ ഉടൻ വക്കാലത്തിന് വരും ആ കിളവനും കിളവിയും. ചോദിക്കേണ്ടത് അനിയനോടാ. രണ്ടുപേരും ചേർന്നുള്ള ഒത്തുകളിയാ ഇത്. ഓഹോ, അപ്പൊ അവനും ഇതിൽ പങ്കുണ്ടല്ലേ? ഭാര്യ പറയുന്നതൊക്കെ അപ്പടി വിശ്വസിച്ച് അവളുടെ താളത്തിന് തുള്ളുന്ന ഒരു പെൺകോന്തരായിപ്പോയല്ലോ അവൻ. അവനോട് ഞാൻ ചോദിക്കും. ചേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യങ്ങൾ വ്യക്തമായി പറ. ബാല, നിന്റെ ഭാര്യയുടെ പോക്ക് തീരെ ശരിയല്ല. അതിന് എന്റെ ഭാര്യ എവിടേക്കും പോയിട്ടില്ലല്ലോ. നീ നിന്റെ ഭാര്യയെ മര്യാദ പഠിപ്പിക്കണം. എന്താ? ഭാര്യയെ മര്യാദ പഠിപ്പിക്കണമെന്ന്. ആവശ്യത്തിനുള്ള മര്യാദയൊക്കെ അവള് പഠിച്ചിട്ടുണ്ട്. ബാല, തർക്കുത്തരം പറയാൻ നിൽക്കണ്ട. തട്ടിക്കളയൊന്നോ? അത്രയ്ക്കായോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്റെ ഭാര്യയെ നിന്റെ ഭാര്യ ബഹുമാനിക്കണം. അതിന് നീ മുൻകൈ എടുക്കണം. ഓ, അങ്ങനെ. ആട്ടെ, എങ്ങനെ ബഹുമാനിക്കണമെന്നാ? ചേട്ടന്റെ ഭാര്യ വരുമ്പം എന്റെ ഭാര്യ സ്കൂൾ ടീച്ചറെ കാണുമ്പം കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കണോ? നീ എന്നെ ബഹുമാനിക്കുന്നില്ലേ? അതേപോലെ എന്റെ ഭാര്യയെ നിന്റെ ഭാര്യയോട് ബഹുമാനിക്കാൻ പറയടാ. ചേട്ടനെ ഞാൻ ബഹുമാനിച്ചെന്നോ? ബഹുമാനിച്ചു. ആര് പറഞ്ഞു? ജീവിതത്തിൽ ഇന്ന് വരെ ചേട്ടനെ ഞാൻ ബഹുമാനിച്ചിട്ടേ ഇല്ല. ജീവിതത്തിൽ പല അവസരങ്ങളിലും നീ എന്നെ ബഹുമാനിച്ചിട്ടുണ്ടടാ. എവിടെ വെച്ച്? ഒരു സ്ഥലം പറ. ഒരു സ്ഥലം പറ. ബാല, നീ അതിരെ നടക്കുന്നു. എങ്ങു നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിനെ ബഹുമാനിക്കേണ്ടെന്ന ഗതികേട് എന്റെ ഭാര്യയ്ക്കില്ല. ആരാടാ വലിഞ്ഞു കയറി വന്നത്? എടാ, ആരാടാ വലിഞ്ഞു കയറി വന്നതെന്ന് എടാ നിന്നോടാ ചോദിച്ചത്. എന്താണ് നീ മറുപടി ഒന്നും പറയാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എടാ, അയ്യോ.